ചാരം അടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇഞ്ചിക്കറിയും ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവൂലേ? അപ്പൊ ഞാൻ കരുതി കുറച്ച് വ്യത്യസ്തമായിട്ട് ഇന്ന് ഉള്ളി ഇഞ്ചി തീയൽ ഉണ്ടാക്കി കളയാമെന്ന്. ഏകദേശം ഇഞ്ചിക്കറിയൊക്കെ വെക്കുന്നത് പോലെയാണ് വെക്കുന്നെങ്കിലും ടേസ്റ്റിന് കുറച്ച് വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. ഇഞ്ചിക്കറി തൊട്ടുകൂട്ടുന്നതാണെങ്കിൽ ഇത് ചോറിനൊക്കെ ഒഴിച്ചുകൂട്ടാൻ പറ്റുന്നൊരു കറിയുമാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ഈ തീയലിന് ആവശ്യമുള്ളത് ഞാൻ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാണ്, ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തത്. അത് ഏകദേശം 1 കപ്പോളം ഉണ്ടായിരുന്നു എനിക്ക്. ആവശ്യത്തിന് ഉപ്പും. തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പാണ്, 150 ml 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ വാളംപുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പിഞ്ച് കായപ്പൊടി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഉലുവ, 1 ടീസ്പൂൺ ഉലുവ, വെളിച്ചെണ്ണ, വെള്ളം ഞാൻ ചെറിയ കഷ്ണം കുറച്ചെടുത്തിട്ടുള്ളൂ. അതുപോലെ തേങ്ങാക്കൊത്ത് ഞാൻ കുറച്ച് കൂടുതൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. മുളക് പൊടി 1/4 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്. അതുപോലെ മുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പില. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ തേങ്ങ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വറക്കാം. ഒരു പകുതി വറവാകുമ്പോഴാണ് നമ്മുടെ ഉലുവയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് വറക്കുന്നത് നോക്കാം. നമ്മുടെ തേങ്ങ ഒരു പകുതി വറവായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഉലുവയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ നന്നായി വറന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. പറ്റുമെങ്കിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. വെള്ളം ചേർത്ത് അരയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് തീരെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അധികമായി പോവേണ്ട. അധികമായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിന്റെ കളർ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് വെള്ളം ചേർക്കാതെന്ന് പറയുന്നത്. നമ്മുടെ വറുത്ത തേങ്ങ ആറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ടാണ് ഞാൻ അരച്ചു വെച്ചിരിക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ സവാളയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യമായിട്ട് സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചി ഇപ്പൊ ഞാൻ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. എങ്ങനെയാണെങ്കിലും ചെറുതായിട്ട് മുറിഞ്ഞു കിടക്കണം. ഇതിൻ്റെ അകത്തേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം. പകുതി വേവാകുമ്പോഴത്തേക്കാണ് ബാക്കി സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സവാളയും ഇഞ്ചിയും അത്യാവശ്യം വഴണ്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും തേങ്ങാ കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി വാടി വന്നതിന് ശേഷമാണ് നമ്മുടെ പൊടികൾ ചേർത്തിളക്കുന്നത്. നമ്മുടെ ഉള്ളി ഇഞ്ചിയൊക്കെ ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്നും വഴണ്ട ആവശ്യമില്ല, ഒരു 1/4 ഭാഗം ആയാൽ മതി. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ഇനി നമ്മുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ചൂടാക്കി കൊടുക്കണം. പൊടികളൊക്കെ 1 മിനിറ്റോളം ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ആ പച്ചമണമൊക്കെ മാറി. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിരുന്ന പുളി 1 കപ്പ് വെള്ളത്തിലേക്ക് നന്നായി പിഴിഞ്ഞ് ഞെരടിയെടുക്കുകയാണ് ചെയ്തത്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തായിരുന്നു. ഇപ്പൊ നമ്മൾ ആ പുളിക്കും കൂടെ ആവശ്യമുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പിച്ചിട്ട് വെള്ളം കുറവ് പോലെ തോന്നിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ പക്ഷെ നമ്മൾ തേങ്ങ ചേർക്കൂലേ, അപ്പോൾ നമുക്ക് വെള്ളത്തിന് കുറവ് വരും കുറുക്കിയിട്ട്. അത് കാരണമാണ് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തത്. ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വറുത്തരച്ച് വെച്ചിരുന്ന തേങ്ങ അരച്ചു വെച്ചിരുന്നത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അരപ്പ് ചേർത്തിട്ട് നന്നായി തിളയ്ക്കുന്നുണ്ട്. എൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഇല്ലാത്തവർ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ വെള്ളമാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്ക് നന്നായി ഇളക്കി എൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ തിളപ്പിക്കണം.
ഇപ്പൊ അത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ആക്കി കൊടുക്കാം. ഒത്തിരി നേരം തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള കായം ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു കായാണ് ചേർക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. ഇപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ. ഇനി പുളി കുറവാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് പുളി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉള്ളി ഇഞ്ചി തീയൽ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിക്കറിയും ഉള്ളിക്കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. നിങ്ങൾ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. ആകെ തേങ്ങ വറക്കുന്ന സമയം മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്ക് കേട്ടോ. പിന്നെ അടുത്ത ദിവസം ഞാൻ പുതിയൊരു കറിയുമായി വരാം. അതുവരെ ബൈ.